നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയ്ക്ക് എരവട്ടൂർ കുണ്ടുകര മുക്കിൽ സ്വീകരണം നൽകി. DCC സെക്രട്ടറി രാജൻ മരുതേരി ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയ്ക്ക് പേരാമ്പ്ര കുണ്ടുങ്കര മുക്കിൽ വമ്പിച്ച സ്വീകരണം നൽകി. സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം അതിരാവിലെ തന്നെ മുക്കിൽ കാത്തിരുന്നു. 10:30 സ്ഥാനാർത്ഥിയെ ബാൻഡ് മേളങ്ങളോടെ സ്വീകരിച്ചാനയിച്ച് പന്തലിലെത്തിച്ചു. UDF പ്രവർത്തകർ ഷാളണിയിച്ചും മാല ചാർത്തിയും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് DCC സെക്രട്ടറിയും ബ്ലോക്ക് മെമ്പറുമായ രാജൻ മരുതേരി ഉദ്ഘാടനം ചെയ്തു. പ്രചരണങ്ങൾ ആരംഭിക്കുന്നത് ആദ്യം മറ്റു രീതിയിലുള്ള പ്രചരണങ്ങളാണ് തുടങ്ങിയത്. ഷാഫി പറമ്പിൽ വടകരയിൽ വന്നപ്പോൾ ആരംഭിച്ച പ്രചരണങ്ങൾ നമുക്കറിയാം. ആദ്യം പറഞ്ഞ് ഇദ്ദേഹം ചെയർമാൻ നാരായണൻ C അധ്യക്ഷത വഹിച്ചു. സിറാജ് മാസ്റ്റർ, ജസീല, VB രാജേഷ് മാസ്റ്റർ, സാഹി മാസ്റ്റർ, CPA അസീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ വോട്ടഭ്യർത്ഥിച്ച് സംസാരിച്ചു. ഒരു ഗ്രൗണ്ട് വേണം, കുട്ടികൾക്ക് കളിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഉണ്ടാകണം എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളുടെ പരിഗണനയിലുള്ള വിഷയം തന്നെയാണ്. മാത്രമല്ല 5 ഗ്യാരണ്ടികൾ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രകടന പത്രികയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചതാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു ഗ്യാരണ്ടി വലിയ വാഗ്ദാനമൊന്നുമല്ല. നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ആദ്യം പരിഗണനയിൽ എടുത്തുകൊണ്ട് തന്നെ ഈ നാടിന്റെ ആദ്യത്തെ കഴിഞ്ഞ 49 വർഷം നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ ആയുസ്സിലെ 49 വർഷം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ 3 ഘടകങ്ങളിലാണ് ഈ നാട് കിടക്കുന്നത്. ഒന്നാമത്തത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. കുട്ടികൾ ഉയർന്ന മേഖലയിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ദൂരം പോയിട്ടാണ് പലർക്കും നല്ല കോളേജിൽ പഠിക്കാനുള്ള സാഹചര്യമുള്ളത്. ഒരു CKG കോളേജ് അല്ലാതെ വേറെ ഏത് കോളേജ് ഉണ്ട്? കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിരുന്നു, CKG കോളേജിൽ പോയി അവിടെയുള്ള കുട്ടികളുമായി സംസാരിച്ചതിന് ശേഷം ഇപ്പം ഇടതുപക്ഷത്തിന്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. നമ്മൾ കള്ളം പറയുകയാണ് എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇവിടെയുള്ള നിങ്ങൾ ഓരോ ആളുകൾക്കും ആ CKG കോളേജിൽ പോയാൽ അവിടെയുള്ള ബിൽഡിങ്ങിന്റെ അവസ്ഥ കാണാൻ പറ്റും. എന്ത് വികസനമാണ് അവിടെ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ പറഞ്ഞതല്ല, അവിടുത്തെ കുട്ടികൾ വിളിച്ചു കൊണ്ടുപോയി കാണിച്ചു തന്നതാണ് ഇപ്പോഴും എന്താണ് ആ CKG കോളേജിന്റെ അവസ്ഥ എന്ന്. ഈ മണ്ഡലത്തിൽ തുടർന്ന് കനാൽ മുക്കിൽ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.